ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് വരെ എനിക്ക് നൽകിയ സപ്പോർട്ടിന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് നൽകി സഹായിക്കുക. ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. വിവർത്തനം: ഗോവിന്ദൻ എന്നറിയപ്പെടുന്ന കൃഷ്ണനാണ് പരമദിവ്യോത്തമം. അദ്ദേഹത്തിന് ശ്വാസിതമായ ആനന്ദപൂർണമായ ഒരു ആത്മീയ ശരീരമുണ്ട്. എല്ലാറ്റിൻ്റെയും ഉദ്ഭവം അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഉദ്ഭവവും ഇല്ല. എല്ലാ കാരണങ്ങളുടെയും മൂലകാരണവും അദ്ദേഹമാണ്. ഭാവാർത്ഥം: കൃഷ്ണൻ തൻ്റെ ശ്വാസിത നാമം, ശ്വാസിത രൂപം, ശ്വാസിത ഗുണം, ശ്വാസിത വിനോദങ്ങൾ എന്നിവയ്ക്കുള്ള ഉത്തമമായ പരമസത്തയാണ് കൃഷ്ണൻ എന്ന നാമം തന്നെ. അവൻ്റെ സ്നേഹ ആകർഷകമായ പദവിയെ സൂചിപ്പിക്കുന്നു. അവൻ്റെ ശ്വാസിത നാമകരണത്തിലൂടെ സത്തയുടെ ഉച്ചസ്ഥായിയെ പ്രകടിപ്പിക്കുന്നു. നിത്യമായ അറിവിൻ്റെ തീവ്രതയാൽ തിളങ്ങുന്ന അവൻ്റെ നിത്യസുന്ദരമായ സ്വർഗീയ നീല നിറമുള്ള ശരീരത്തിൽ 2 കൈകളിലും ഒരു ഓടക്കുഴൽ ഉണ്ട്. അവൻ്റെ അചിന്തനീയമായ ആത്മീയ ഊർജം സർവവ്യാപിയായതിനാൽ അവൻ തൻ്റെ ആത്മീയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തൻ്റെ സർവമനോഹരമായ ഇടത്തരം വലിപ്പം നിലനിർത്തുന്നു. അവൻ്റെ എല്ലാം ഉൾക്കൊള്ളുന്ന പരമമായ ആത്മനിഷ്ഠത അവൻ്റെ ശ്വാസിത രൂപത്തിൽ മനോഹരമായി പ്രകടമാണ്. ഏകാഗ്രമായ എല്ലാ സമയ സാന്നിധ്യം, അനാവരണം ചെയ്യപ്പെട്ട അറിവ്, ലഹരി പിടിപ്പിക്കുന്ന ആനന്ദം എന്നിവയിൽ അവനിൽ സൗന്ദര്യം നിറഞ്ഞിരിക്കുന്നു. സ്വന്തം ആത്മാവിൻ്റെ ലൗകിക പ്രത്യക്ഷമായ ഭാഗം സർവവ്യാപിയായ പരമാത്മാവ് ഈശ്വരൻ അല്ലെങ്കിൽ വിഷ്ണു എന്നറിയപ്പെടുന്നു. അതിനാൽ കൃഷ്ണൻ ഏക പരമാത്മാവാണെന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ അതുല്യമായ അല്ലെങ്കിൽ അതുല്യമായ ആത്മീയ ശരീരം അതിശ്രേഷ്ഠമായ ചാരുതയോടെ എണ്ണമറ്റ ആത്മീയ ഉപകരണങ്ങളാലും അവഗണിക്കാനാവാത്ത ഗുണങ്ങളാലും ശ്വാസിതമായി അനാവരണം ചെയ്യപ്പെടുന്നു. അവയുടെ പ്രതികരണാത്മ സ്ഥാനം ശരിയായി നിലനിർത്തുന്നു. അതേസമയം അവൻ്റെ അചിന്തനീയമായ അനുരജ്ഞ ശക്തികളാൽ ക്രമീകരിക്കപ്പെടുന്നു. ഈ മനോഹരമായ ആത്മീയ രൂപം കൃഷ്ണനുമായി സാമ്യമുള്ളതാണ്. കൃഷ്ണൻ്റെ ആത്മീയ സത്ത അവൻ്റെ സ്വന്തം രൂപവുമായി സാമ്യമുള്ളതാണ്. സന്തോഷകരമായ അറിവിൻ്റെ ശ്വാസിത സാന്നിധ്യത്തിൻ്റെ വളരെ തീവ്രമായി സംയോജിപ്പിച്ച സത്തയാണ് ആകർഷകമായ ലക്ഷ്യബോധം അല്ലെങ്കിൽ അതീന്ദ്രിയ ഐക്കൺ വേർതിരിച്ചറിയാൻ കഴിയാത്ത രൂപരഹിതമായ വ്യക്തിയുടെ സങ്കല്പം. വൈജ്ഞാനിക ആനന്ദത്തിൻ്റെ അവതരണവും 3 സമാന ഘടകങ്ങളായ അതായത് ആനന്ദത്തിൻ്റെ അവതരണവും 3 സമാന ഘടകങ്ങളായ അതായത് ആനന്ദപൂർണവും സാരാംശമുള്ളതും വൈജ്ഞാനികവുമായതിൻ്റെ തീവ്രമായി സംയോജിപ്പിച്ച തിളക്കത്തിൻ്റെ ഒരു തൂലികാരൂപം മാത്രമാണെന്ന് ഇത് പിന്തുടരുന്നു. തൻ്റെ യഥാർത്ഥ മുഖത്തുള്ള ഈ അതീന്ദ്രിയമായ പ്രകടമായ ഐക്കൺ കൃഷ്ണൻ മഹത്തായ ആനന്ദമായ ബ്രഹ്മത്തിൻ്റെയും സർവവ്യാപിയായ പരമാത്മാവിൻ്റെയും പ്രാഥമിക പശ്ചാത്തലമാണ്. അതീന്ദ്രിയമായ പശുക്കളുടെ ഉടമ, ഗോപപാലകരുടെ തലവൻ, പാൽക്കാരികളുടെ ഭാര്യ, ഭൂമിയിലെ വാസസ്ഥലമായ ഗോകുലത്തിൻ്റെ ഭരണാധികാരി, ഗോകുലസുന്ദരികളുടെ ആരാധനാ വിഷയം എന്നിങ്ങനെയുള്ള വൈവിധ്യമാർന്ന വിനോദങ്ങളിൽ യഥാർത്ഥത്തിൽ ദർശിച്ച കൃഷ്ണൻ ഗോവിന്ദനാണ്. പ്രപഞ്ചത്തിലെ പ്രബലനും പ്രബലവുമായ ഏജന്റുമാരായ എല്ലാ കാരണങ്ങളുടെയും മൂലകാരണമാണ് അദ്ദേഹം. പവിത്രമായ ഉദ്ഭവ ജലമായ പരമാത്മാവിൽ അതായത് വ്യക്തിപരമായ പരമാത്മാവിൽ അവൻ്റെ പ്രോജക്റ്റ് ചെയ്ത അംശഭാഗത്തെ നോക്കുമ്പോൾ ഈ ലൗകിക പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ഈ ഒരു ദ്വിതീയ ശക്തി പ്രകൃതി ഉണ്ടാക്കുന്നു. ഈ പരമാത്മാവിൻ്റെ മധ്യസ്ഥ ഊർജം സൂര്യനിൽ പുറപ്പെടുന്ന കിരണങ്ങൾക്ക് സമാനമായി വ്യക്തിഗത ആത്മാക്കളെ പുറത്തു കൊണ്ടുവരുന്നു.